ഫേസ് ഗ്ലോക്ക് ഓയിൽ തേക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? വായോ പറഞ്ഞുതരാ. ഫേസ് ഗ്ലോ വേണോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ഈ ഓയിൽ തേക്കൂ. ഇനി ടാൻ ആണോ മാറ്റേണ്ടത് എങ്കിൽ ഈ കോയിലും കൂടി മിക്സ് ചെയ്ത് തേക്കൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിമ്പിളാണോ ഉള്ളത്, അങ്ങനെയാണെങ്കിൽ ഈ ഓയിലിൽ മുങ്ങിക്കുളിക്കൂ. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ മൊത്തം. ഇൻസ്റ്റാഗ്രാം തുറന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും റീല് നോക്കിയാൽ, യൂട്യൂബ് തുറന്നാൽ മൊത്തം അങ്ങനെയാണ്. മുറി വൈദ്യന്മാരും, ഇനി ആയുർവേദമായിട്ട് ഒരു ബന്ധമില്ലാത്തവരും, ഇനി ഗൂഗിൾ നോക്കിയിട്ട് ആ ഓയിലിന് എന്തൊക്കെ കുഴപ്പമുണ്ട്, അതിൽ എന്താണ് ഈ ഓയിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് വെച്ച് റീൽ എടുക്കണവരും, അത് വെച്ച് വീഡിയോ എടുക്കണവരും, അത് കണ്ട് തേക്കുന്നവരൊക്കെയാണ് ഭൂരിഭാഗം ആൾക്കാരും. അങ്ങനെ ചെയ്യണവരുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളൂ. എനിക്ക് അവരെ തിരുത്താനൊന്നും ഒരു താല്പര്യമില്ല. പക്ഷേ ജെനുവിനായിട്ട് ഏതാണ് ഒരു ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാണ് യൂസ് ചെയ്യണത് എന്നുള്ളത് നിങ്ങൾക്ക് ഒതൻറ്റിക് ആയിട്ട് ഒരു സോഴ്സ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വരൂ. എൻ്റെ ലൈസൻസ് കാർഡ്, ആയുർവേദ ഡോക്ടർ, സ്റ്റെതസ്കോപ്പ്, ഇതൊക്കെ ഞാനിവിടെ കാണിക്കാൻ കാരണം ഒരു ഭൂരിഭാഗം ആൾക്കാരും എന്നെ കണ്ടിട്ട് പറയണ കാര്യമാണ്, ഒരു ഡോക്ടറിനെ പോലെ തോന്നുന്നില്ലല്ലോ, ഡോക്ടറിൻ്റെ ഒരു ലുക്കില്ലല്ലോ, നിങ്ങൾ ഡോക്ടറാണോ? ആയുർവേദ ഡോക്ടറാണോ നിങ്ങൾ? ആണോ? അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ബൈ ദ ബൈ, കണ്ണ് ഇന്നലെ എനിക്ക് കണ്ണിലൊരു ഇൻഫെക്ഷൻ വന്നു, അതാണ് ഒറ്റ കണ്ണ് ഇങ്ങനെ നിൽക്കുന്നത്. അതുപോട്ടെ. അപ്പോൾ ആക്ച്വലി ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് മുതലേ ഞാൻ കാണുന്നതാണ് കുറേ ഇൻസ്റ്റാഗ്രാമുകളിൽ ഇങ്ങനെ ഇപ്പം നാൽപ്പാമരാതി ഓയിലിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾ കേട്ടാൽ ഞെട്ടും. അത് നിങ്ങളിത് ഒഴിച്ച് വാരിപ്പൊത്തു, അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് കുളിക്കൂ, വീണ്ടും വാരിപ്പൊത്തു, അങ്ങനെ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അന്നൊന്നും എനിക്കിത് സംസാരിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമോ സമയമോ താല്പര്യമോ ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്തായാലും ഇങ്ങനൊരു യൂട്യൂബ് പ്ലാറ്റ്ഫോം ഞാൻ തുടങ്ങിയ നിലക്ക് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ വൈ നോട്ട്, ഞാനാണല്ലോ ഒരു ഒതൻറ്റിക് ആയിട്ട് ഒരു പേഴ്സൺ ഇത് പറയണമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് പറ്റും എന്നുള്ളത് എനിക്ക് 100% അറിയാം. പിന്നെ എനിക്ക് ചുറ്റുമുള്ള എനിക്കറിയുന്ന ആൾക്കാരോട് ഞാൻ പേഴ്സണലി ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്തൊക്കെയാണ് ഈ ഓയിലുകളുടെ ഡിഫറൻസ്, ഇതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുക, ഇതെന്തിന് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ എനിക്ക് പരിചയമുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അതായിരുന്നല്ലോ എനിക്ക് അതിനല്ലേ പറ്റുള്ളൂ. ബിക്കോസ് അന്ന് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല. ആക്ച്വലി ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോം തുടങ്ങിയത് ഇതൊന്നും പറയാനുമല്ല, ഞാൻ വെറുതെ തുടങ്ങിയതാണ്. അപ്പം നമ്മളിപ്പോൾ തുടങ്ങി, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റായി കിടക്കട്ടെ. ഇനി നാളെ എന്നോട് ഒരാൾ ഈ ഓയിലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ കാര്യത്തിലോട്ട് വരാം. ഈ വീഡിയോയിൽ ഞാൻ ആക്ച്വലി ഈ 2 ഓയിൽസിൻ്റെ ഡിഫറൻസ് ആണ് ബേസിക്കലി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഓയിൽ എന്തൊക്കെ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് ഏതൊക്കെയാണ്, പിന്നെ എത്ര നേരം ഇത് തേച്ചിടണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ ഓയിലും ഒരു 30 മിനിറ്റ് തേച്ചിട്ടേക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂർ തേച്ചിട്ടേക്കാം. അങ്ങനെയല്ല, ഓരോന്നിനും സ്പെസിഫിക്കലി നമ്മളെ സയൻസിൽ പറയുന്നുണ്ട് എത്ര നേരം, എത്ര അളവിൽ, എങ്ങനെ, എപ്പോൾ എല്ലാം പറയുന്നുണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് നിങ്ങൾ ബ്ലെൻഡായിട്ട് എല്ലാതും അരമണിക്കൂർ തേച്ചിടുക, എല്ലാത്തിൻ്റെയും കൂടെ തേക്കുക, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തേക്കാം, അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. സോ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നാൽപ്പാമരാതി കേരതൈലത്തിനും ഏലാതി കേരതൈലത്തിനും ഡിഫറൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ സിറ്റുവേഷനിൽ ഇത് യൂസ് ചെയ്യാം, ഏതൊക്കെ സിറ്റുവേഷൻസിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല, അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നാൽപ്പാമരാതി കേരതൈലം വളരെ ഫേമസ് ആയി ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ നാൽപ്പാമരാതി കേരതൈലം. ഇത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് പെക്യുലർലി യൂസ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. നാൽപ്പാമരാതി കേരതൈലം എന്ന് പറയുകയാണെങ്കിൽ ബേസിക്കലി ഇറ്റ് റിമൂവ്സ് ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കുറേ കാലങ്ങളായിട്ടുള്ള ടാൻ നല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം സണ്ണിലൊക്കെ എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ സൺ ബേൺസ് ഉണ്ടാവും. ഒരു വാർത്ത, മലപ്പുറം ചെമ്മാട് 8 വയസ്സുകാരന് സൂര്യാതപം ഏറ്റു എന്നുള്ള വാർത്തയാണ്. തിരൂരങ്ങാടി സ്വദേശി അഫ്നാനാണ് പൊള്ളലേറ്റത്, കൈക്ക് പൊള്ളലേറ്റ. മലപ്പുറം വണ്ടൂരിൽ 4 വയസ്സുകാരിക്ക് സൂര്യാതപമേറ്റു. മുറ്റത്ത് കളിക്കവേ കുട്ടിയുടെ ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഈ ഒരു സൈഡിൽ, ഈ ഒരു ഏരിയയിലൊക്കെ വരാറുണ്ട്. മീൻസ് ടാന്, സൺ ബേൺസ്. ഇപ്പോൾ നിങ്ങളൊരു ബീച്ചിലൊക്കെ പോയി, ഒരു സ്റ്റേക്കേഷനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ടാന് വരും. അപ്പോൾ ആ സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ ഒരു നാൽപ്പാമരാതി കേരതൈലം എടുത്ത് ഒരു 20 to 30 മിനിറ്റ്സ് അപ്ലൈ ചെയ്ത് വെച്ച് അതിന് ശേഷം അത് കഴുകിക്കളയോ കുളിക്കുകയോ ചെയ്യാം. മുഖത്ത് മാത്രമല്ല, ഇപ്പോൾ ഇപ്പം സ്ലീവ് ഇത്ര ഉള്ളെങ്കിൽ നമുക്ക് ഈ കയ്യിൽ ടാൻ അടിക്കാറുണ്ടല്ലോ, അപ്പോൾ കയ്യിൽ യൂസ് ചെയ്യാം, ബോഡി പാർട്സിൽ യൂസ് ചെയ്യാം. ബേസിക്കലി നാൽപ്പാമരാതി തൈലം ഐ സജസ്റ്റ് ഫോർ
ടാൻ റിമൂവൽ ആൻഡ് സൺ ബേൺസ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കോംപ്ലക്ഷൻ ഉണ്ടല്ലോ, നമ്മളെ കോംപ്ലക്ഷനെ ഒരു പൊടിക്ക് അത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനർത്ഥം ഇത് തേച്ചാൽ ഭയങ്കരമായിട്ട് കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ആവും എന്നല്ല, ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് നമ്മുടെ ഒരു സ്കിൻ കോംപ്ലക്ഷൻ ഒന്ന് ഇമ്പ്രൂവ് ആവും, അത് ഉള്ള കാര്യമാണ്. അതല്ലാതെ കുറേ പേര് ഇതിനെ മറ്റേ ഗ്ലൂട്ടാത്തയോൻ്റെ ഒക്കെ ഒരു പര്യായം, അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവായിട്ടൊക്കെ പറയണ കേട്ടു. അങ്ങനെയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് കോംപ്ലക്ഷൻ, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ബേസിക്കലി നമ്മുടെ ഫേസിൽ നിന്ന്, എനിക്ക് ആക്ച്വലി നല്ല ടാനുള്ളൊരു ആളാണ് ഞാൻ. എനിക്ക് ഈ ഒരു ഏരിയയിലൊക്കെ നല്ല രീതിയിൽ ടാനുള്ള ആളാണ്. അപ്പം ഞാൻ ആക്ച്വലി ഇത് യൂസ് ചെയ്യാറുണ്ട്, എനിക്ക് അതിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സും കാണാറുണ്ട്. മെയിനായിട്ടുള്ളൊരു കാര്യം, ഇത് കിഡ്സിനും അഡൾട്ടിനും ഈക്വലി യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു എക്സ്ട്രാ ആയിട്ടൊരു പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് സേഫ് ഫോർ കിഡ്സ് ആൻഡ് അഡൾട്ട്സ്. ഇനി ഇതിൻ്റെ കൂടെ ഇതിൻ്റെ അപരണ ഞാൻ കാണിച്ചു തരാം. ദിസ് വൺ അപരൻ എന്ന് പറയാൻ പറ്റില്ല. കുറേ പേര് നാൽപ്പാമരാതി തൈലത്തിന് പകരം ഏലാതി തൈലം യൂസ് ചെയ്യണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏലാതി കേരതൈലം യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സൺബേൺസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏലാതി യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അങ്ങനത്തെ വീഡിയോസും കണ്ടിട്ടുണ്ട്. അപ്പം അത് ആരെങ്കിലും പറയുമ്പോൾ കമൻസിൽ താങ്ക് യു ചേച്ചി, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ കമൻറ്റും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൽ ആക്ച്വലി ഞാൻ ആ ഒരു സ്കാമാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഏലാതി കേരതൈലം ഇസ് എൻറ്റയർലി ഡിഫറൻസ്. കാണാൻ ഒരുപോലെ എന്ന് വെച്ചിട്ട് ഈ ഓയിലിൻ്റെ കാണാൻ നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം ആണ്, പക്ഷേ ഈ ഓയിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓയിലാണ്. സോ ഏലാതി കേരതൈലം ബേസിക്കലി ഒരു ട്രീറ്റ്മെൻറ്റ് പർപ്പസിലാണ് നമ്മൾ പറയുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു അലർജിക് ഇഷ്യൂസ് വരിക, സ്കിന്നിൽ തന്നെ ചെറിയ കുരുക്കൾ വരിക, ഇച്ചിനെസ് വരിക, അല്ലെങ്കിൽ പാച്ചസ് വന്ന് നമുക്കതൊരു ഇറിറ്റേഷൻ വരിക, അങ്ങനത്തെയുള്ള ഒരു കേസിലാണ് ബേസിക്കലി നമ്മൾ ഏലാതി കേരതൈലം യൂസ് ചെയ്യുക. അല്ലാണ്ട് ടാൻ റിമൂവലിനല്ല ഏലാതി കേരതൈലം യൂസ് ചെയ്യുക. ബേസിക്കലി തെറാപ്യൂട്ടിക് പർപ്പസ് ആണ് നമ്മൾ പറയുക. അലർജി കണ്ടീഷൻസ് അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻസ്, റെഡ്നെസ്, പാച്ചസ്, ചെറിയ കുരുക്കൾ വരിക, ആ കണ്ടീഷനിലേക്ക് വി ആർ സജസ്റ്റിംഗ് ഏലാതി ഓയിൽ. ഓക്കെ, ദാറ്റ്സ് എ തെറാപ്യൂട്ടിക് പർപ്പസ്. പിന്നെ ബേസിക്കലി ഇതിൻ്റെ ഒരു സ്പെസിഫിക്കായിട്ട് ആർക്കും അറിയാത്തൊരു ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ, ഇത് ഓയിലി ആണെങ്കിലും ഇറ്റ്സ് ഗുഡ് ഫോർ ഓയിലി സ്കിൻ പീപ്പിൾ. കുറേ പേര് ചോദിക്കാറുണ്ട് എന്നോട്, ഓയിൽ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓയിലി സ്കിന്നാണ്, ഇനി എന്താ ചെയ്യുക, ഓയിൽ തേച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? നോ, യു ക്യാൻ യൂസ് ദിസ് ഓയിൽ. ഏലാതി കേരതൈലം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദിസ് ഇസ് സേഫ് ഫോർ ഓയിലി സ്കിൻ. അത് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു തരം ഒരു ആർഗ്യുമെൻറ്റ് ടോപ്പിക്കാണ് അത് ആക്ച്വലി. ബട്ട് ഇതിൻ്റെ ബെനഫിറ്റ്സിൽ നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഇറ്റ്സ് സേഫ് ഫോർ ഓയിലി സ്കിൻ. അതുപോലെ നമ്മൾ നാൽപ്പാമരാതി കേരതൈലം 20 to 30 minutes ബിഫോർ ബാത്ത് അപ്ലൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ, ഏലാതി കേരതൈലം അങ്ങനെയല്ല നമ്മൾ പറയണത്. നമ്മൾ പറയണത് എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ജെൻ്റ്ലി അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക, അല്ലാണ്ട് മൊത്തത്തിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു തെറാപ്യൂട്ടിക് പർപ്പസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. സോ ഇനി എപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം, എപ്പോൾ നമുക്ക് ഈ ഓയിൽസ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് ടാൻ ആൻഡ് ഓൾസോ അലർജി കണ്ടീഷൻ, നിങ്ങൾക്ക് ഈ അലർജി, ഇച്ചിനെസ്, സ്കിൻ ഇറിറ്റേഷൻസ്, ഓയിലി സ്കിൻ, അതിനോട് കൂടെ നിങ്ങൾക്ക് സ്കിൻ ടാൻ, അതുപോലെ തന്നെ സൺ ബേൺസ്, നിങ്ങൾക്ക് കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യാം, യൂസ് ചെയ്യാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. അതല്ലാതെ ഞാൻ ബ്ലണ്ട് ഒന്നും അറിയാതെ നാൽപ്പാമരാതി കേരതൈലം, ഏലാതി, എന്തായാലും ഒക്കെ സ്കിന്നിലുള്ള ഓയിൽസ് അല്ലേ നമുക്ക് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് വന്ന് പിന്നെ അതിന് ആയുർവേദത്തിനെയും ഓയിലിനെയും കുറ്റം പറയരുത്. ഓക്കെ, എനിക്ക് അത്രേ ഉള്ളൂ. ഇപ്പോൾ ആക്ച്വലി ഈ ഒരു വീഡിയോ ആരും ഒഫൻഡഡ് ആക്കാനോ അല്ലെങ്കിൽ ആരെയും മീൻസ് ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുമല്ല. ഇപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ച് സോഷ്യൽ മീഡിയ കുറച്ച് അധികം ഇവോൾവ് ആയി, കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങിയപ്പോൾ ഒരു കാണുന്ന എല്ലാ ആൾക്കാരും ഏതാണ് റിയാലിറ്റി അല്ലെങ്കിൽ എന്താണ് ഒതൻറ്റിക് ആയിട്ടുള്ളൊരു നോളേജ് എന്ന് അറിയാതെ നമ്മൾ ബ്ലൈൻഡ്ലി എല്ലാം വേർഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളൊരു ലെവലിലാണ്. ഇപ്പോൾ ഞാനായാലും ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്ന കുറേ സീറംസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഏതാണ് ഒതൻറ്റിക് ആയിട്ടുള്ളൊരു ആൾ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനും ഇതുപോലെ ഒന്ന് യൂസ് ചെയ്യും, ട്രൈ ചെയ്യും, പറ്റില്ലെങ്കിൽ ഒഴിവാക്കും, അതാ ചെയ്യണത്. സോ ആ ഒരു കേസ് നിങ്ങൾക്ക് ആയുർവേദ മെഡിസിൻ്റെ കാര്യത്തിൽ വരുന്നില്ല. ബിക്കോസ് വി ആർ ഹിയർ, ഒതൻറ്റിക് ആയിട്ടുള്ള ആയുർവേദിക് ഡോക്ടേഴ്സ് ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങളുടെ സർക്കിൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവരോട് ചോദിക്കാം. ഇനി ആരും അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണാം. സോ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഒരു കാര്യം ഉദ്ദേശിക്കുന്നുള്ളൂ, വെറുതെ മാർക്കറ്റിൽ കാണുന്ന കുറേ ഓയിൽസ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാതെ, നോ ദ മെഡിസിൻ, യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. അത്രയേ ഉള്ളൂ.